ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടന്നാലോ. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം തന്നെ നമുക്കൊരു 1K ലൈക്ക് ടാർജറ്റ് ഉണ്ട്. മാക്സിമം എല്ലാവരും ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കാണാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രീകാന്തിനെ ദേവുവിനെയാണ്. അങ്ങനെ നമ്മുടെ ദേവു ശ്രീകാന്തിനെ കണ്ട ഉടനെ ചോദിക്കുന്ന വേറെ ഒന്നുമല്ല, നീ ആ പെണ്ണിനോട് സംസാരിക്കാറില്ലേ? അല്ല, നീ ആ പെണ്ണിനോട് ലവ് തുറന്നു പറഞ്ഞോന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രീകാന്ത് കുനിഞ്ഞങ്ങോട്ട് നിന്നു. അപ്പോഴത്തേക്കും ചോദിച്ചു, അല്ല നീ ഇതുവരെ തുറന്നു പറഞ്ഞില്ലേ? നീ ഒന്ന് ചുമ്മാതിരിക്കുക ദേവു, അതിനെക്കുറിച്ചൊന്നും നീ ഇപ്പൊ സംസാരിക്കണ്ട. നിനക്കെന്താ അവളോട് പറയാൻ പേടിയാണോ? നിനക്ക് പേടിയാണെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാൻ പറയാം. ഹേയ്, എനിക്ക് പേടിയായിട്ടൊന്നുമല്ല. നീ ഈ കാര്യം മറ്റാരോടൊന്നും പറഞ്ഞേക്കരുത് കേട്ടോ. നീ ഇനിയിപ്പൊ ഏടത്തിയോട് വല്ല പറഞ്ഞായിരുന്നോ? ഹേയ്, ഞാൻ പറഞ്ഞൊന്നുമില്ല ശ്രീകാന്തെ. അങ്ങനെ പറയരുത് കേട്ടോ. ഇനിയിപ്പം അത് വല്ലതും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാകും. അറിയാമോ നിനക്ക്, എൻ്റെ അച്ഛനും അവളുടെ അച്ഛനും ഒക്കെ തമ്മിലെ വലിയ പ്രശ്നമുണ്ട്. സച്ചേട്ടൻ അറിഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് നീ ആരോടും പറയണ്ട. നീ മിണ്ടാതിരുന്നാൽ മാത്രം മതി. ഇതിനെക്കുറിച്ച് എന്നോട് ചോദിക്കുകയോ ചെയ്യണ്ട. എനിക്ക് പേടിയ, സത്യം പറഞ്ഞാൽ അതായിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവര് നേരെ വണ്ടി കയറി പോവുകയാണ് കേട്ടോ. അപ്പൊ ഇതിനിടയില് നമ്മുടെ ദേവു പൂവും കൊണ്ട് വന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ സൈക്കിള് പഞ്ചറായി പോയായിരുന്നു. അപ്പൊ സൈക്കിള് പഞ്ചറായി പോയ ആ ഒരു സമയത്താണ് നമ്മുടെ ശ്രീകാന്തിനെ കണ്ടതും ശ്രീകാന്ത് എന്നാ പിന്നെ കൊണ്ടുവിടാം, അവിടെ എങ്ങാണ്ട് പൂ കൊടുക്കാനൊക്കെ പോകാനുണ്ട്, അപ്പൊ കൊണ്ടുവിടാം എന്ന് പറഞ്ഞതും. അപ്പൊ അതുകൊണ്ട് തന്നെ വണ്ടിക്കകത്ത് കയറി ഇവര് പോവുകയാണ്. അപ്പൊ ഇവര് പോകുന്ന ഇടയിൽ നമ്മുടെ ദേവ് വീണ്ടും ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ പ്രണയം തുറന്നു പറയാത്തത്? അല്ല ഇനിയിപ്പോ നീ അങ്ങനെ പ്രണയം ഉണ്ടെങ്കിൽ നീ എപ്പോഴാ തുറന്നു പറയുന്നത് എന്നിങ്ങനെ വീണ്ടും എടുത്ത് ചോദിക്കുക. അപ്പൊ നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അതെ പറയേണ്ട സമയമാകുമ്പോ ഞാൻ പറഞ്ഞോളാം, അത് കഴിഞ്ഞ് നിന്നോട് ഞാൻ പറഞ്ഞോളാം. അപ്പൊ നിനക്ക് എന്നോട് ലവ് ഉണ്ടോടാ? അല്ല, അവളോട് പറഞ്ഞതിന് ശേഷം എന്നോട് പറയാന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ചോദിച്ചതാന്ന് പറയുമ്പം, അവളോട് ലവ് തുറന്നു പറഞ്ഞ കാര്യം നിന്നോട് പറയാന്നാ ഞാൻ പറഞ്ഞത്, അല്ലാതെ നിന്നോട് പ്രത്യേകിച്ച് എനിക്ക് ലവ് ഒന്നുമില്ല. നിന്നോട് എനിക്ക് സ്നേഹമുണ്ട്. നീ എൻ്റെ ഒരു പെങ്ങളുട്ടിയല്ലേ. ആ ഒരു സ്നേഹവും ഒരു ഫ്രണ്ടിന്റെ ഒരു സ്നേഹവും ഒക്കെ. ഏതായാലും നീയെ നിന്റെ വായൊന്ന് അടച്ചു പിടിക്കുക. ഈ രേവതി ചേച്ചി സംസാരിക്കുന്ന പോലെ തന്നെയാ എപ്പോഴും നീ കലുവിലെന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. ഈ സച്ചേട്ടൻ പറയാറുണ്ട് ഇടയ്ക്ക് രേവതി അടുത്തിയോട്, എന്തിനാ ഇതുപോലെ കിടന്ന് സംസാരിക്കുന്നതെന്ന്. അതുപോലെ തന്നെയാണോ അനീത്തിയും എന്നിങ്ങനെ ചോദിച്ചപ്പം, അതിന് എൻ്റെ ചേച്ചി എന്താ സംസാരിക്കുന്നത്? അവര് തമ്മിൽ നല്ല സ്നേഹത്തിലല്ലേ ഇപ്പം? സ്നേഹത്തിലൊക്കെ തന്നെയാ. ഏടത്തിയുടെ സംസാരം എല്ലാവർക്കും ഇഷ്ടമാ. പിന്നെ നിന്റെ ഈ കലിവില്ലെന്നുള്ള സംസാരം, അതെന്താടാ എന്റെ സംസാരം നിനക്ക് ഇഷ്ടപ്പെടാത്തത്? എന്താ, നിനക്ക് എന്റെ സംസാരം ഇഷ്ടമല്ലേ എന്നൊക്കെ ചോദിച്ച് ഇവര് വണ്ടിയിൽ ഇങ്ങനെ പോകുന്നത് നമ്മുടെ ഭാമ കാണുകയാണ് കേട്ടോ. നമ്മുടെ ഭാമ നോക്കിയപ്പോ ഒരു പൂക്കൊട്ടയൊക്കെ വെച്ച് നമ്മുടെ ശ്രീകാന്തിന്റെ തോളത്ത് കൈയൊക്കെ വെച്ച് ദേ പോകുന്നു ചിരിച്ചു കളിച്ച്. ഇത് കണ്ടതും ഭാമ, ഇവൻ ഇത് തന്നെയാണോ പണി? ഇപ്പൊ വേറൊരു പെണ്ണിനെ ബൈക്കിന്റെ പുറകിൽ വെച്ചോണ്ട് പോയതല്ലേ? അയ്യോ, ഇത് രേവതിയുടെ അനീതിയല്ലേ? ചന്ദ്ര പേടിച്ചതുപോലെ തന്നെ സംഭവിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഇത് അവളോട് വിളിച്ചു പറഞ്ഞിട്ട് തന്നെ കാര്യം. അവൾ എന്തൊക്കെ അവളുടെ മോനെ കുറിച്ച് സങ്കല്പിച്ചോണ്ട് നടക്കുന്നത്, അവളും ഇത് അറിയട്ടെ എന്ന് പറഞ്ഞ് നേരെ ചന്ദ്രനെ വിളിക്കുകയാണ് കേട്ടോ. ഏതായാലും ചന്ദ്ര പതുക്കെ വന്ന് ഫോണൊക്കെ എടുത്തപ്പോഴത്തേക്കും ഭാമയാണ്, ഇവൾ എന്തിനാ ഈ സമയത്ത് വിളിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ചന്ദ്ര ഫോൺ എടുക്കുന്നത്. പറയ് ഭാമേ, നീ എന്താ ഇപ്പൊ ഇങ്ങോട്ടേക്ക് വിളിച്ചത്? എന്തൊക്കെയുണ്ട് വിശേഷം? നീ എന്താ ഭാമ ഇങ്ങോട്ടേക്കൊന്നും വരാത്തത്? ഈ വീട്ടിൽ നടക്കുന്നത് എന്തൊക്കെയാണെന്ന് നിനക്കറിയാമോ? വീട്ടിൽ നടക്കുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, വീടിന്റെ പുറത്ത് എന്തൊക്കെയാ നടക്കുന്നതെന്ന് നീ അറിയുന്നുണ്ടോ ചന്ദ്രേ? അല്ല എന്താടി, നിന്റെ മകനാള് കൊള്ളാലോടി. എന്താ അവൻ ഈ കാണിക്കുന്നത്? ആര്? സുധിയാണോ? സുധീനെ കുറിച്ചാണോ നീ പറയുന്നത്? അവൻ എന്ത് കാണിക്കാനാടി, പാവമുണ്ടടി. അല്ല നീ സച്ചിയുടെ കാര്യമാണോ പറയുന്നത്? അവൻ ഇവിടുന്ന് പുറത്തിറങ്ങിയില്ലല്ലോ ഇതുവരെ, ഇവിടെ ഉണ്ടല്ലോ, മുറി തന്നെ കിടപ്പുണ്ട്. അവൻ രാവിലെ ഇവിടുന്ന് വെളിയിൽ പോയെന്നില്ലല്ലോ. പിന്നെ നീ ആരെക്കുറിച്ചായി പറയുന്നത്? ഞാൻ സുധീനെ കുറിച്ചോ അതുപോലെ സച്ചിനെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ഞാനിപ്പോ പറയുന്നതേ നിന്റെ മകനെ കുറിച്ചാ. നിന്റെ മകൻ ശ്രീകാന്തിനെ കുറിച്ച്. ശ്രീകാന്തിനെ കുറിച്ചോ? ശ്രീകാന്തിനെ കുറിച്ച് എന്താ നിനക്ക് പറയാനുള്ളത്? ആ വീട്ടിലേക്ക് മിക്കവാറും രേവതിക്ക് കൂട്ടായിട്ടൊരു പൂകെട്ട് നമ്മൾ വരാൻ ചാൻസ് ഉണ്ട്. അവനാരാ? മന്മഥനാണോ നിന്റെ ഇളയ മകന്? നീ എന്താ ശ്രീകാന്തിനെ കുറിച്ച് പറയുന്നത്? കുറച്ചു നേരം മുമ്പേ അവൻ ഒരു പെണ്ണിനെ ബൈക്കിന്റെ പുറകിലിരുത്തി പോകുന്നത് കണ്ടു. വലിയ സന്തോഷത്തിലാണ് രണ്ടുപേരും പോകുന്നത് കണ്ടത്. അവളുടെ ഇരുത്തമൊക്കെ കാണുമായിരുന്നു. അവനെ ഒട്ടിച്ചേർന്ന് വലിഞ്ഞു മുറുകി. എടീ, പെണ്ണെങ്ങനെയാ കാണാൻ? സുന്ദരിയാണോ? വലിയ കുടുംബത്തിലെ പെണ്ണാണോ? കണ്ടാൽ എങ്ങനെയാ തോന്നുന്നത് നിനക്ക്? നീ ഒന്ന് നോക്കിക്കേ.
കോടീശ്വരി ആയിരിക്കുമോ? ദേ അവളുടെ ബാങ്ക് ബാലൻസ് എത്രയാണെന്നൊന്നും നെറ്റിയിൽ എഴുതി ഒട്ടിച്ച് വെച്ചിട്ടൊന്നുമില്ല. കാണാൻ തിരക്കേടൊന്നുമില്ല, സുന്ദരിയൊക്കെ തന്നെയാ. ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. ഏതായാലും ആ പെണ്ണ് പോയി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു പെണ്ണിനെ കൊണ്ട് അവൻ കറങ്ങുന്നു. അല്ല, അവളെങ്ങനെയാ? അവള് കാണാൻ സുന്ദരിയാണോ? അവള് പണക്കാരിയാണെന്ന് പറയുമോ കണ്ടാല്? നീ എന്താ മോന് സ്വയംവരം നടത്താൻ പോവാണോ? ദേ ഒരു പെണ്ണിന്റെ പുറകെയാണെ കുഴപ്പമില്ല. പിന്നെ ഞാനൊരു കാര്യം പറയാം. രണ്ടാമത് കണ്ട പെണ്ണ് മരുമകളായിട്ട് നിന്റെ വീട്ടിൽ വന്നാൽ നിനക്ക് സന്തോഷമാകും. ആണോ? എനിക്ക് സന്തോഷമാകുമോ? നിനക്കറിയും, പേര് ദേവുന്നാ. ദേവുവോ? ഏത് ദേവു? നിന്റെ മരുമകള് രേവതിയുടെ അനിയത്തി ദേവു ഇല്ലേ? ആ ദേവു. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര അങ്ങോട്ട് ഞെട്ടിപ്പോയിട്ടോ. അവളോ? അവളെ കൂട്ടിയിട്ടാണോ അവൻ പോയത്? ഇന്ന് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏതായാലും നീ കാണിച്ചു കൊടുക്കുമൊന്നും വേണ്ട. രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ സംസാരിച്ച് പറ്റി പിടിച്ചിരുന്നാ പോയത്. എന്റെ ഈശ്വര, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നത്? ഞാൻ എന്ത് നടക്കരുതെന്ന് വിചാരിച്ചോ അതൊക്കെ തന്നെയാ നടക്കുന്നത്. അഹങ്കാരിക്ക് എന്റെ മകന് മാത്രമേ കിട്ടിയുള്ളൂ. അവനെ വശീകരിച്ച് വീഴ്ത്തിയതാ, എനിക്കത് ഉറപ്പുണ്ട്. അവന്റെ പുറകെ അവള് കൂടിയപ്പോ തന്നെ ഞാൻ ഇങ്ങനെ ഒരു അപകടം ഓർത്തത് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഭാമേ. ഈ പൂ കെട്ടുന്നവൾമാര് ശപഥം എടുത്തിട്ടുണ്ട് എന്റെ വീട്ടിൽ മരുമകളായിട്ട് വരുന്ന. അവൻ വേറെ ഒരു പെണ്ണിനെയും കണ്ടില്ല. അവൻ ഇങ്ങോട്ട് വരട്ടെ. നീ കിടന്ന് തിളയ്ക്കാതെ എന്റെ പൊന്നു ചന്ദ്രൻ, നീ ഇങ്ങനെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. എടുത്തു ചാടി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാല് നീ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഇന്നത്തെ കാലത്തെ നമ്മൾ എന്തെങ്കിലും പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ടാ മക്കള് ചെയ്യുന്നത്. അവളെ കാണരുത്, ബന്ധം ഉപേക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞാലേ അവന് നാളെ അവളെ കാണുകയും ചെയ്യും, കല്യാണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. എന്താ ഭാമ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? എനിക്ക് പേടിയാവുക. അല്ല, ഞാൻ അവരുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് എനിക്കങ്ങനെ തോന്നി. ആയാലും നീ ഇതൊന്നും അറിഞ്ഞ ഭാവം നടിക്കണ്ട. അവനോട് ചോദിക്കാനും പോവണ്ട. പെട്ടെന്ന് തന്നെ ഒരു പെണ്ണിനെ കണ്ടുപിടിച്ച അവനെ പിടിച്ചങ്ങോട്ട് കെട്ടിക്ക്. അത് തന്നെയായിരിക്കും നല്ലത്. അല്ല, അവൻ വേറൊരു പെണ്ണിനെയും കൊണ്ട് ബൈക്കിൽ കറങ്ങുന്നത് നീ കണ്ടായിരുന്നല്ലോ. അവള് പണക്കാരിയാണെങ്കിൽ നമുക്ക് അവളെ ആലോചിച്ചാലോ? അതൊന്നും വേണ്ട ചന്ദ്ര. ഇപ്പം നീ വേറൊരു പെണ്ണിനെ കണ്ടെത്ത്. ഞാൻ എവിടെ നിന്ന് കണ്ടെത്താനാ? ഇപ്പൊ പെട്ടെന്ന് ഒരു പെണ്ണിനെ എങ്ങനെ കണ്ടെത്തും? അല്ല, മലേഷ്യക്കാരി കോടീശ്വരിയായ ശ്രുതിയെ നീയല്ലേ കണ്ടെത്തിയത്? അതുപോലെ ഒരു കോടീശ്വരീനെ നീ കണ്ടുപിടിക്ക്. മലേഷ്യക്കാരിയെ ഞാൻ നിന്റെ മരുമകളാക്കി. ഇനിയിപ്പൊ അടുത്തത് ആയാലോ? മതി മതി മതി, നീ പെട്ടെന്ന് തന്നെ നോക്കു ഭാമേ. ശരി, ഏതായാലും ഞാനൊന്ന് നോക്കട്ടെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു കേട്ടോ. ഏതായാലും നമ്മുടെ ചന്ദ്രമതിക്ക് പേടിയായി തുടങ്ങി. ശ്രീകാന്ത് ദേവുവിനെ വല്ലോ കൂട്ടിക്കൊണ്ട് വരുവോ എന്നുള്ള പേടിയായിരിക്കും ഇനി അങ്ങോട്ടേക്ക്. ഇതിന് ശേഷം കാണിക്കും നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ. അപ്പൊ ശ്രുതി റൂമിനകത്തിരുന്ന് ഇങ്ങനെ ഞെളുവിരി കൊള്ളുന്ന പോലെ എന്തോ ഒരു അസ്വസ്ഥതയായിട്ട് ഇങ്ങനെ ഇരിക്കും. എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതി കയറി വന്നു റൂമിലേക്ക്. ശ്രുതി കയറി വന്നിട്ട് എന്താ ശ്രുതി, എന്താ നിനക്ക് പറ്റിയെന്ന് ചോദിച്ചു. ശ്രുതിയുടെ ഒരു മുഖഭാവമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത് ശ്രുതി? ഓരോ ദിവസവും ഓരോ പ്രശ്നങ്ങളാണല്ലോ ഈ വീട്ടിൽ നടക്കുന്നത്. നീ അതൊക്കെ വിട് ശ്രുതി. ക്ഷമ ചോദിച്ചതോടെ ആ പ്രശ്നം അവസാനിച്ചല്ലോ. ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി ആന്റി സൂക്ഷിച്ചിരുന്ന കാശല്ലേ നിനക്ക് തന്നത്? എന്നിട്ട് നീ എന്താ ശ്രുതി ഇത് എന്നോട് പറയാതിരുന്നത്? നിനക്ക് എന്നോടൊന്നും പറയത്തില്ലായിരുന്നോ? അത് പിന്നെ ഞാൻ മറ്റെന്തൊക്കെയോ ടെൻഷന്റെ ഇടയിൽ ശ്രുതിയോട് പറയാൻ മറന്നു പോയതാ. ശ്രുതി എന്നോട് പറയാൻ മറന്നു? ഇത്രയും വലിയൊരു എമൗണ്ട് തന്ന ആന്റി ഇതെങ്ങനെ മറന്നു? ആന്റി ഇതെങ്ങനെ മറക്കും? അതാലോചിച്ചിട്ടാണ് എനിക്ക് എത്തും പിടിയും കിട്ടാത്തത്. അത് പിന്നെ അമ്മ പല പല ചിന്തകൾക്കിടയിൽ മറന്നുപോയതായിരിക്കും ശ്രുതി. അതൊക്കെ നീ അങ്ങ് മറക്ക്. പിന്നെ അമ്മയ്ക്ക് പണ്ടേ ഇങ്ങനെ ഒരു ചെറിയൊരു അസുഖം ഉള്ളതാ, മറവിയെ. അമ്മ ഇങ്ങനെ ചിലപ്പോൾ മറക്കാറുണ്ട്. അല്ല, 1000 2000 ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ മറന്നേക്കാം. ഇത്രയും വലിയൊരു പൈസ മറക്കുന്ന പറഞ്ഞാല് അത് കുറച്ച് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാ ശ്രുതി. മാത്രമല്ല അത് വലിയൊരു ഇഷ്യൂ ആയി. രേവതിയുടെ അനിയനാണ് കാശ് മോഷ്ടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് അവനെ പോലീസിൽ ഏൽപ്പിക്കാനും നോക്കി. എന്നിട്ടും കാശ് ശ്രുതിക്ക് തന്നാണെന്ന് ഓർമ്മ വരുന്നില്ലെന്ന് ആന്റി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാൻ പറ്റുമോ ശ്രുതി? എനിക്കതങ്ങോട്ട് വിശ്വസിക്കാനും ഉൾക്കൊള്ളാനും പറ്റുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മുടെ ചന്ദ്രമതി ഇവരുടെ റൂമിന്റെ വെളിയിൽ നിന്നിട്ട് ഇതെല്ലാം കേൾക്കുകയാണ് കേട്ടോ. പേടിച്ചാ കേൾക്കുന്നത്. നമ്മുടെ ശ്രുതി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക ചന്ദ്രനെ കുറിച്ച് തന്നെ. അതായത് അമ്മ ഇത് ചെയ്യുന്ന ഒരിക്കലും ഞാൻ വിചാരിക്കുന്നില്ല. അമ്മ ഇത് അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്താന്ന് എനിക്ക് തോന്നുന്നത്.
അല്ലാതെ അമ്മയ്ക്ക് മറവി വരില്ല ഈ പൈസയുടെ കാര്യത്തിൽ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പൊ പെട്ടെന്ന് നമ്മുടെ ശ്രുതി പറഞ്ഞു, അല്ല നീ തോന്നുന്നുണ്ടോ, നിനക്ക് തോന്നുന്നുണ്ടോ ഞാൻ ഈ പൈസ കട്ടെടുത്താന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം അല്ല ഞാൻ അങ്ങനെ കരുതുന്നില്ല ശ്രുതി, എന്നാലും അതെന്തായിരിക്കും അങ്ങനെ? ടിക്കറ്റ് കൊണ്ടുവന്നതിന് ശേഷം സച്ചി ഈ കാര്യം പറയുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും മറന്നു എന്ന് പറയുന്നതിലാ ഒരു പന്തികേടിരിക്കുന്നത്. അതങ്ങ് എത്ര കൂട്ടി വായിച്ചിട്ടും ശരിയാവുന്നില്ല. കാശ് വാങ്ങിയ ആളും കാശ് കൊടുത്തയാളും ഒരേ സമയം മറന്നു പോവോ? ഒരേ സമയം മറക്കുവോ? അത് പിന്നെ ശ്രുതി രണ്ടുപേരും അതങ്ങ് മറന്നു പോയി. ശ്രുതി നീ ആ കാര്യം അങ്ങ് വിട്, അതിട്ട് നീ വെറുതെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതെ, അത് അവസാനിച്ച പ്രശ്നമല്ലേ, പിന്നെ അതിനെക്കുറിച്ച് പറഞ്ഞ് ഇനി സംസാരിക്കേണ്ട കാര്യമുണ്ടോ നമുക്കിടയിൽ? എന്തിനാ വെറുതെ നമ്മൾ അത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത് എന്നിങ്ങനെ നമ്മുടെ ശ്രുതി ചോദിച്ചു കേട്ടോ. ശ്രുതി ചോദിച്ചു കഴിഞ്ഞിട്ടും ശ്രുതിക്ക് ഒരു സമാധാനം കിട്ടുന്നില്ല. ശ്രുതി നോക്കുമ്പോഴത്തേക്കും എന്തൊക്കെയോ ഒരു ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോഴേക്കും മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് ശ്രുതി, ഇവളുടെ സംശയം മാറിയില്ലെന്നാ തോന്നുന്നത്, കൂടുതൽ ചോദിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാവോ? അല്ല ശ്രുതി ഞാനൊരു കാര്യം ചോദിക്കട്ടെ, കൃത്യസമയത്ത് തന്നെ അയാൾ വന്നില്ലായിരുന്നെങ്കിലേ ഇത് പോലീസും കേസൊക്കെ ആയിട്ട് വലിയ പ്രശ്നമാവില്ലായിരുന്നോ? അപ്പൊ എന്ത് ചെയ്യാനെ? പോലീസ് വന്നായിരുന്നെങ്കിൽ ആരാ കുടുങ്ങുന്നത്? ശ്രുതിയല്ലേ കുടുങ്ങുള്ളൂ. അത് ഞാൻ എങ്ങനെ കുടുങ്ങും? ഞാൻ കാശ് മോഷ്ടിച്ചില്ലല്ലോ, പിന്നെ ഇങ്ങനെ ഞാൻ കുടുങ്ങുന്നേ? അല്ല കാശ് മോഷ്ടിച്ചിട്ടില്ല എങ്കിലും ആന്റി കാശ് തന്നത് ശ്രുതിക്കല്ലേ, അപ്പം ഞാൻ കുടുങ്ങണമായിരുന്നെന്നാണോ നീ പറയുന്നത്? അതോ ഞാൻ കുടുങ്ങുമായിരുന്നോ? എന്താ നിന്റെ ഉദ്ദേശം? അല്ല എങ്ങനെ ആന്റി ഇത് മറന്നെന്നാ എനിക്ക് അറിയാൻ മേലാത്തത്. ആന്റി അങ്ങനെ മറക്കുന്ന കൂട്ടത്തിലുള്ളതല്ല. ശരിക്കും മറന്നത് തന്നെയാണോ അതോ ഇനിയിപ്പം വേറെ എന്തെങ്കിലും കളി ഇതിന്റെ പിന്നിലുണ്ടോ? അങ്ങനെയൊന്നും ഇല്ല ശ്രുതി, കളിയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് നമ്മുടെ ചന്ദ്രൻ ഇടിച്ചു തള്ളി കയറി വന്നിട്ട് അത് പിന്നെ ശ്രുതി മോളെ ഞാൻ മറന്നത് തന്നെയാ, സത്യമായിട്ട് ഞാൻ മറന്നത് തന്നെയാ. അല്ലാൻ്റെ ഇത്രയും വലിയ തുക മറന്നത് തന്നെയാ മോളെ, നീ പറഞ്ഞത് ശരിയാ. ഞാൻ മെന്റലോ എന്താ എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ആന്റി. അല്ല ഞാൻ മെന്റലി പവറിന്റെ കാര്യം ഉദ്ദേശിച്ചത്. ഓഹോ മനസ്സിലായി. അതെ ആ കാര്യം മാത്രം എനിക്ക് ഓർമ്മയില്ല മോളെ. എനിക്ക് മെന്റലി നല്ല പവറൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല, ആ കാര്യം ഓർമ്മയില്ല. രവിയേട്ടൻ തന്ന പൈസ ഷെൽഫിൽ വെച്ചത് എനിക്ക് ഓർമ്മയുണ്ടേ, പിന്നെ അതിനെക്കുറിച്ച് ഞാൻ ഓർത്തതേ ഇല്ല, മൊത്തം അങ്ങോട്ട് മറന്നു. ചിലപ്പം ഞാൻ അങ്ങനെയാ മോളെ, ചിലപ്പോൾ എന്തോ ഇങ്ങനെയൊക്കെ എനിക്ക് സംഭവിക്കാറുണ്ട്. അല്ലാണ്ടി ഇത് ഇത്രയും വലിയൊരു ഇഷ്യൂ ആയിട്ടും ആന്റി ഓർത്തില്ലെന്ന് പറഞ്ഞാലോ അത് എത്രത്തോളം വിശ്വസിക്കാൻ പറ്റുന്ന ഞാൻ പറയുന്നത്. അതൊക്കെ ശരിയാ, നീ പറയുന്നതിൽ കാര്യമുണ്ട്. എന്ത് ചെയ്യാനാ, ഞാൻ മറന്നുപോയി. ഈ സച്ചി രേവതി എപ്പോഴും ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലേ, അതിലെ എന്താ ചിന്ത, എപ്പോഴും ടെൻഷൻ തന്നെയാന്നേ അമ്മയ്ക്ക്. അതാ കാശിന്റെ കാര്യം അമ്മ മറന്നുപോയത്. എൻ്റെ മോള് ഇതങ്ങോട്ട് വിട്ടുകളാ. അല്ല ശ്രുതിക്ക് ആന്റി കാശ് കൊടുത്ത കാര്യം എന്നോട് പറയുമായിരുന്നെങ്കിൽ ഇത് ഇത്രയും വലിയ പ്രശ്നം ആവില്ലായിരുന്നല്ലോ. പറയണമായിരുന്നു. പറയാത്തത് എന്റെ ഭാഗത്തുനിന്ന് വന്ന തെറ്റാ, ഒരിക്കലും ഇത് ശ്രുതിയുടെ തെറ്റല്ല കേട്ടോ. ശമ്പളം കിട്ടാൻ കുറച്ച് ലേറ്റ് ആകും, ടിക്കറ്റ് എടുക്കാനായിട്ട് കാശ് തരണം ഇവൻ എന്നോട് വന്ന് പറഞ്ഞു. ഇവൻ എന്നോട് വന്ന് പറഞ്ഞപ്പോൾ അതെനിക്ക് നിന്നോട് പറഞ്ഞാൽ പോരായിരുന്ന മോളെ. പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട, അത് നീ പറയണ്ടെന്ന് പറഞ്ഞു. കാരണം എൻ്റെ മോനൊരാഗ്രഹം ഉണ്ടായിരുന്നു, സ്വന്തം പൈസയും കൊണ്ട് നിന്നെയും കൂട്ടി ഹണിമൂണിന് പോകണമെന്ന്. പക്ഷെ അത് നടക്കില്ല, ലേറ്റ് ആവില്ലേ. ആ ലേറ്റ് ആകും എന്നൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ ഞാനാ പറഞ്ഞത് ഇത് ശമ്പളം കിട്ടിയതാന്നും പറഞ്ഞ് നീ ശ്രുതിമോൾക്ക് കൊണ്ട് കൊടുത്താൽ മതി, അങ്ങനെ പറഞ്ഞാൽ മതിയെന്ന്. അതുകൊണ്ടാ മോൻ നിന്നോടത് പറയാതിരുന്നത് ശ്രുതി. അല്ലാൻറ്റി നിങ്ങൾ പറഞ്ഞതൊക്കെ ശരി തന്നെയാ, എന്നാലും ഒന്നുമില്ല മോളെ, ഇനി നീ ഇതിനെക്കുറിച്ച് ആലോചിക്കൊന്നും വേണ്ട. നമുക്ക് വേറെ എന്തൊക്കെ ആലോചിക്കാൻ കിടക്കുന്നു, പിന്നെയാണോ ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നത്? മോൾ ഇവിടെ ഇരിക്കുക, മോക്ക് ഞാൻ ABCD ജ്യൂസ് എടുത്തിട്ട് വരട്ടെ? അപ്പോഴത്തേക്ക് ശ്രുതി പറഞ്ഞു ABCD ജ്യൂസ് അല്ലമ്മേ, ABC ജ്യൂസ്. അതെങ്കിൽ അത് ദേ ഞാൻ ഇപ്പം പോയി വേഗം എടുത്തിട്ട് വരാം, മോൾ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്ര ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് അങ്ങ് ഇറങ്ങി പോവുകയാണ് കേട്ടോ. എങ്കിലും നമ്മുടെ ശ്രുതിക്ക് അങ്ങോട്ട് എത്തുമ്പോഴേയും കിട്ടുന്നില്ല, ഇങ്ങനെ നിന്ന് ആലോചിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാല് സച്ചിനെയാണ് കേട്ടോ. സച്ചി ഇങ്ങനെ ഹോളിൽ ഇങ്ങനെ ഇറങ്ങി എന്തൊക്കെയോ ചിന്തിച്ച് നിന്നിട്ട് എല്ലാവരെയും കൂടെ വിളിക്കുക, എല്ലാവരും ഇങ്ങോട്ട് വന്നേ, എല്ലാവരും പെട്ടെന്ന് ഇങ്ങോട്ടൊന്നും വാ, എല്ലാവരും മുറിയിൽ അടച്ചിരിക്കുകയാണോ, പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അപ്പൊ രേവതി പറഞ്ഞു എന്താ സച്ചിയേട്ടൻ ഇവിടെ കിടന്ന് വിളിച്ചു പോകുന്നത്, എന്തിനാ എല്ലാവരെയും വിളിക്കുന്നത്, ഈ സച്ചിയേട്ടൻ ഇത് എന്നതാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മുടെ രേവതി. അപ്പൊ സച്ചി ആണെങ്കിൽ ഊയ് ഊയ് വായോ എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ കൂക്ക് കൂട്ടി വിളിക്കുക. അപ്പോഴത്തേക്ക് ചന്ദ്രൻ വന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ കൂവുന്നത്, നീ എന്താ വല്ല കുറുക്കനുമാണോ? കുറുക്കനാരാന്ന് ഞാൻ പറയണ്ടല്ലോ, കുറുക്കനെന്ന് പറഞ്ഞാൽ സൂത്രശാലി, അത് നിങ്ങളല്ലേ. അപ്പം രവീന്ദ്രൻ വന്നിട്ട് എന്താ പറ്റിയത്? അച്ഛാ ഈ വീട്ടില് ഇനി പ്രശ്നം ഉണ്ടാക്കാൻ പാടില്ലാരും, ചുമ്മാ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഈ വീട്ടിൽ മനസമാധാനക്കേട് ഉണ്ടാക്കുക. എനിക്ക്
എത്ര എണ്ണിയാലും തീരാത്ത പ്രശ്നങ്ങളായി ഈ വീട്ടില്. അല്ല ഇത് പറയാനാണോടാ നീ എല്ലാവരെയും വിളിച്ചു കൂട്ടിയത്? നിനക്ക് എന്താ വട്ടം ഉണ്ടോടാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, എനിക്ക് വട്ടൊന്നുമില്ല. വട്ടുതേ ഈ നിൽക്കുന്ന സുധിക്ക് ഇപ്പൊ തന്നെ നോക്കിക്കേ, ദേ ഇവളെയും കൂട്ടി ആൻഡമാനിൽ പോകാനുള്ള നിന്റെ ദുരഭിമാനമാണ് കാശ് കാണാതെ പോയതിന്റെ ഒന്നാമത്തെ പ്രശ്നം. എടാ നിനക്ക് ആൻഡമാനിൽ പോകുന്നതാണോടാ മുഖ്യം എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, ആൻഡമാനിൽ പോകുന്നത് ഞങ്ങളുടെ ഇഷ്ടമല്ലേ സച്ചി എന്തിനാ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത്? അല്ല എന്റെ അച്ഛന്റെ പൈസയും കൊണ്ടല്ലേ പോകുന്നത്. സ്വന്തമായിട്ട് അധ്വാനിച്ച ഒരു 10 രൂപ പോലും ഇല്ല ഇവന്റെ കയ്യിൽ. എന്നിട്ട് ആൻഡമാനിൽ പോണം പോലും ഭാര്യയ്ക്കും ഭർത്താവിനും. അപ്പം ചന്ദ്ര പറഞ്ഞു, അല്ല നിനക്കെന്താ പ്രശ്നം? നിനക്ക് പോണെങ്കിലേ നിങ്ങളും പോ. അല്ല നിങ്ങളുടെ സ്റ്റാൻഡേർഡ് വെച്ച് നിങ്ങൾക്ക് പുറത്തൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ, ഇംഗ്ലീഷ് ഒന്നും അറിയത്തില്ലല്ലോ. കേരളത്തിൽ തന്നെ ഉള്ള ഏതെങ്കിലും ബീച്ചിലോ പാർക്കിലോ വല്ലതും പോയി കറങ്ങി കപ്പലണ്ടി ഐസൊക്കെ പോയി കഴിച്ചിട്ട് വാ സച്ചി എന്നിങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി ചിരിച്ചിട്ട്, ഇംഗ്ലീഷ് അറിഞ്ഞ വലിയ ആളാവോ, സ്റ്റാൻഡേർഡ് കൂടുവോ? അതൊക്കെ അങ്ങ് വിട്. അല്ല അച്ഛൻ കല്യാണം കഴിച്ചപ്പം ഹണിമൂണിന് പോയായിരുന്നോ? ഹണിമൂണെന്നല്ല കേട്ടോ, ശനിമൂണിന് പോയായിരുന്നോ എന്നാ ഇങ്ങനെ ചോദിച്ചത് കേട്ടോ. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, ശനിമൂണോ? അതുപോലും പറയാൻ അറിയത്തില്ല, ഹണിമൂണ്. അല്ല നിങ്ങളെയല്ലേ വിവാഹം കഴിച്ചത്, അപ്പൊ പിന്നെ ശനിമൂണെന്നേ പറയാൻ പറ്റത്തുള്ളൂ. അല്ല അച്ഛൻ പോയായിരുന്നോ? അപ്പോഴത്തേക്ക് രവീന്ദ്രൻ പറഞ്ഞു, ഇല്ല ഞാൻ പോയിട്ടില്ല. അപ്പൊ ശ്രുതി ചോദിച്ചു, അങ്കിൾ ആന്റീനെ കൊണ്ട് എവിടെയും പോയിട്ടില്ലേ? നല്ല ആളോട് തന്നെയാ മോള് ചോദിക്കുന്നത്. കല്യാണം കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞ് ബസ് ഓടിക്കാൻ പോയ ആളാ. കല്യാണം കഴിഞ്ഞിട്ട് ഇന്നേക്ക് ഇതുവരെ എന്നെ ഒരു സ്ഥലത്തേക്കും കൊണ്ടുപോയിട്ടില്ല. എന്നെ കൂട്ടിയിട്ട് പോകുന്നേക്കാളും സന്തോഷം യാത്രക്കാരനെയും കൂട്ടി ബസ് ഓടിച്ച് പോകുന്നതാ. അപ്പം അച്ഛൻ ഹണിമൂണിന് എവിടെയും പോയിട്ടില്ലേ എന്നിങ്ങനെ ശ്രുതി ചോദിച്ചു. അപ്പം പറഞ്ഞു, ഇല്ല മോനെ ഞാൻ എവിടെയും പോയിട്ടില്ല. പിന്നെ എൻ്റെ കയ്യിലുള്ള ആ ഒരു സാമ്പത്തികമൊക്കെ വെച്ച് ഇങ്ങനെയൊക്കെ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, അതെ ഇയാൾ എന്നോട് പറയുമായിരുന്നു, വേണമെങ്കിൽ നിന്നെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാം, ഞാൻ കയറുന്ന ബസ്സിൽ നീ ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്നോ, നമുക്ക് ദീർഘകാലം മുഴുവനും ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കാന്ന്. അന്ന് ഇയാൾ ഇറക്കിയ ഡയലോഗാ അത്. അല്ലാതെ ഇയാൾ എന്നെ എവിടെ കൊണ്ടുപോകാനാ? എവിടെയും കൊണ്ടുപോയിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ചന്ദ്രേ നീ അങ്ങനെ പറയരുത്, എന്റെ ഗ്രാമത്തിൽ കൂട്ടിക്കൊണ്ട് പോകാന്ന് പറഞ്ഞപ്പോ നീ വന്നില്ലല്ലോ. അയ്യോ നിങ്ങളുടെ ഒരു ഗ്രാമം, പിള്ളേരുടെ മുന്നിൽ വെച്ച് എന്നെ കൊണ്ട് ഒന്നും മിണ്ടാതിരിക്കുക നിങ്ങള് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അപ്പം അച്ഛൻ ഹണിമൂണിന് പോയിട്ടില്ലല്ലേ? ഇല്ലടാ ഞാൻ പോയിട്ടൊന്നും ഇല്ലടാ. രേവതി നിനക്ക് ഹണിമൂണിന് പോകണോ? അങ്ങനെ ഒരു ആഗ്രഹം ആർക്കാ ഇല്ലാതിരിക്കുന്നത്? നമ്മൾ ഇതുവരെ അങ്ങനെ എങ്ങും പോയിട്ടില്ലല്ലോ. അപ്പം നിനക്കും ഹണിമൂണിന് പോകണോ അല്ലേ രേവതി? എന്നാ പിന്നെ ശരി, ഒന്നിച്ച് ഹണിമൂണിന് ആൻഡമാനിലേക്ക് പോകാം. എടാ സുധി എല്ലാവർക്കും കൂടെ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുക. ഞാനോ? എല്ലാവരും കൂടെ പോകാനോ? എന്തിനാ ഹണിമൂണിന് എല്ലാവരും കൂടെ പോകുന്നത്? അതെന്താ എല്ലാവരും ഒന്നിച്ചു പോയ ആൻഡമാനിൽ എത്തില്ലേ? അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, എന്താടാ ഹണിമൂണിന് അവര് പോകുന്ന, അല്ലാതെ ഉത്സവം കാണാനല്ല, എല്ലാവരും കൂടെ ഒന്നിച്ചു പോകാന്. ഹണിമൂൺ എന്ന് പറഞ്ഞാലേ 2 പേര് തന്നെ പോകുന്നതാ. പിന്നെ എല്ലാം കൂടെ 51 ലക്ഷം ഇവന്റെ കയ്യിലിരിപ്പുണ്ട്. അതിന് നമ്മുടെ ടിക്കറ്റ് അങ്ങ് ബുക്ക് ചെയ്യാൻ പറ. അല്ല ഇനി അതിന് നീ ചെയ്തില്ല എങ്കിൽ ആരും ആൻഡമാനിൽ ഇവിടുന്ന് പോവില്ല. അപ്പൊ രവീന്ദ്രൻ പറഞ്ഞു, സച്ചി നീ മിണ്ടാതിരിക്കുക, ദേ അച്ഛൻ മിണ്ടാതിരിക്കുക. ക്യാഷ് ആരുടെയാ? അച്ഛന്റെ അല്ലേ? അപ്പൊ ഇവൻ മാത്രം ജോലി അടിച്ച് കറങ്ങണ്ട, എല്ലാവർക്കും കൂടെ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ പറയാച്ചാ. ദേ എനിക്കും ആൻഡമാൻ കാണണം, ഞാനും ആൻഡമാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ ശ്രുതി പതുക്കെ ശ്രുതിയോട്, ഇതെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്, ഇതെന്താ ശ്രുതി? അപ്പോഴത്തേക്ക് ചന്ദ്ര പറഞ്ഞു, നീ എന്തിനാടാ കുടിച്ചു കൂത്താടാനാണോ ആൻഡമാനിൽ പോകുന്നത്? അല്ല ഇവരെന്തിനാ പോകുന്നത്? അതിന് തന്നെ ഞാനും ആൻഡമാനിൽ പോകുന്നത്. അപ്പൊ ശ്രുതി പറഞ്ഞു, അല്ല അച്ഛന്റെ പൈസ കൊണ്ട് ഞങ്ങൾ ഹണിമൂണിന് പോകുന്നതാണല്ലോ ഇപ്പം സച്ചിയുടെ പ്രശ്നം. ഞങ്ങൾ ആ പൈസ തിരിച്ചു തന്നോളാം. എനിക്ക് കിട്ടുന്നതും ശ്രുതിയുടെ സാലറി ഒക്കെ ചേർത്തിട്ട് അടുത്ത ആഴ്ച തന്നെ കാശ് ഞങ്ങൾ തിരിച്ചു തരും. പിന്നെ ശ്രുതിക്ക് 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും തന്നെ കിട്ടും ക്യാഷ്. അല്ല ശ്രുതി 10-ാം തീയതി അല്ലേ ക്രെഡിറ്റ് ആകുന്നത് സാലറി? എന്താ ശ്രുതി ഒന്നും മിണ്ടാത്തത്? അതെ ശ്രുതി കിട്ടും പൈസ കിട്ടും എന്നിങ്ങനെ പറഞ്ഞു. ആ കിട്ടും എന്ന് പറഞ്ഞതിൽ തന്നെ ഒരു പന്തികേടുണ്ട്. അപ്പൊ നമ്മുടെ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക, അയ്യോ ഇവൻ പെട്ടു, എന്റെ ഈശ്വര ഇവൻ എങ്ങനെ പൈസ കൊടുക്കും? ശ്രുതി മോള് പൈസ ചോദിച്ചാൽ ഇവൻ എങ്ങനെ എടുത്ത് പൈസ കൊടുക്കുന്ന ഓർത്തോണ്ട് ഇങ്ങനെ ചന്ദ്ര നിൽക്കുകയാണ്. അപ്പൊ സച്ചി പറഞ്ഞു, ഇവന് പൈസ കിട്ടിയിട്ട് വേണ്ടേ ഇവൻ പൈസ തരാന് എന്ന് പറയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഞെട്ടിപ്പോയിട്ടോ നമ്മുടെ ശ്രുതി. ചന്ദ്രയും ഞെട്ടിപ്പോയി. കാരണം വേറൊന്നുമല്ല, ഇതെങ്ങനെ സച്ചി അറിഞ്ഞു ശ്രുതിക്ക് പൈസ കിട്ടില്ലെന്ന്? ആ ഒരു ചിന്ത വരുമല്ലോ. അപ്പം അത് കേട്ടിട്ട് ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ശ്രുതിയും ചന്ദ്രയും കൂടെ. ഏതായാലും വേറൊന്നും കൊണ്ടും അല്ല നമ്മുടെ സച്ചി അങ്ങനെ പറയുന്നത്. സച്ചിക്ക് അറിയാം ജോലിക്ക് പോയാലും പൈസയൊന്നും കിട്ടാൻ പോകുന്നില്ല. പൈസയൊക്കെ മുൻകൂട്ടി മേടിച്ച്, അതായത് അഡ്വാൻസ് ഒക്കെ മേടിച്ചിട്ട് ആ തുക എങ്ങനെയെങ്കിലും നശിപ്പിച്ചാണെന്ന്. അപ്പൊ ഈ ഒരു സീൻ കാണിച്ചാട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്ന. അടുത്ത വിശേഷമായിട്ട് കാണാൻ. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.